ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും YAB വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഗ്രോണിംഗനിലെ നഗരമധ്യത്തിലുള്ള ഒരു കെട്ടിടത്തിലേക്കാണ്. അപ്പോൾ നമുക്ക് പോയാലോ? ഗ്രോണിംഗൻ നഗരമധ്യത്തിലുള്ള ഒരു കെട്ടിടമാണ് ഫോറം ഗ്രോണിംഗൻ. 2019 നവംബർ 29 ഇവ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഒരു പോളിഹെഡ്രൺ ആകൃതിയിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഷഡ്ഭുജാകൃതിയിലുള്ള അടിത്തറയും ഷഡ്ഭുജാകൃതിയിലുള്ള മുകൾ ഭാഗവുമുണ്ട്. 8 വശങ്ങളുള്ള മുഖങ്ങളും, ഒരു ചതുർഭുജം, മുകളിലേക്ക് ചൂണ്ടുന്ന ത്രികോണം, ഒരു ചതുർഭുജം, താഴേക്ക് ചൂണ്ടുന്ന ത്രികോണം, കൂടാതെ 4 അത്തരം പോളിഹെഡ്രകൾ. വശങ്ങളുള്ള മുഖങ്ങളൊന്നും ലഭ്യമല്ല. ചിലത് അകത്തേക്കും മറ്റുള്ളവ പുറത്തേക്കും ചെരിവുള്ളവയാണ്. ഗ്രോണിംഗൻ നഗരത്തിലെ താമസക്കാർക്കും സന്ദർശകർക്കും ഒരു പൊതു സമ്മേളന സ്ഥലമായിട്ടാണ് ഫോറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഗ്രോണിംഗന്റെ സ്വീകരണ മുറി എന്നും അറിയപ്പെടുന്നു. ഫോറത്തിന് താഴെ 390 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന ഒരു പാർക്കിംഗ് ഗാരേജും ബേസ്മെന്റിൽ 1500 സൈക്കിളുകളും പാർക്ക് ചെയ്യാനുള്ള സ്ഥലവുമുണ്ട്. (2022) 2 ദശലക്ഷത്തിലധികം സന്ദർശകരെ ഫോറം സ്വാഗതം ചെയ്തു. ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും നോക്കിയാൽ ഗ്രോണിംഗൻ നഗരം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പനോരമിക് കാഴ്ചകൾ ആസ്വദിക്കാൻ വ്യൂവിംഗ് പ്ലാറ്റ്ഫോം ഒരു മികച്ച മാർഗമാണ്. കൂടാതെ ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനും ഒരു സ്ഥലവുമുണ്ട്. ഫോറം ഗ്രോണിംഗൻ സാധാരണയായി രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ തുറന്നിരിക്കും. എന്നിരുന്നാലും കെട്ടിടത്തിനുള്ളിലെ ദിവസത്തെയും സ്ഥലത്തെയും ആശ്രയിച്ച് നിർദ്ദിഷ്ട അടക്കൽ സമയങ്ങൾ വ്യത്യാസപ്പെടാം. സെൻട്രൽ ഏട്രിയത്തിലെ എസ്കലേറ്ററുകളുടെ ഒരു സംവിധാനം കെട്ടിടത്തിന്റെ വിവിധ നിലകളെ ബന്ധിപ്പിക്കുന്നു. ലൈബ്രറി, സിനിമ, സംവാദ കേന്ദ്രം, മ്യൂസിയം, പ്രദർശന സ്ഥലങ്ങൾ, വിവിധ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസ് എന്നിവയുൾപ്പെടെ നിരവധി സൗകര്യങ്ങൾ ഫോറത്തിലുണ്ട്.
ബിൽഡിങ്ങിൽ നിന്നും ഇറങ്ങി കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ സൈക്കിൾ റൈസിംഗ്, ഫുട്ബോൾ എന്നീ കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞു. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സൈക്കിൾ പാതയാണിത്. ഇത് ഗ്രോണിംഗനെ മനോഹരമാക്കുന്നു. ഇവിടെ നിന്നും നോക്കിയാൽ ഗ്രോണിംഗൻ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാണാൻ കഴിയും. ഗ്രോണിംഗൻ സിറ്റിയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.